വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. കിരൺ റിജിജുവാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറയുകയും ചെയ്തു. കെ രാധാകൃഷ്ണൻ എം പി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ലോക്സഭാ അംഗമാണ് കെ രാധാകൃഷ്ണനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തുകയും കേരള നിയമസഭ പാസാക്കിയ ബില്ലുമൊക്കെ ഇതാ വഖഫ് ഭേദഗതി വരുന്നതോടെ അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം, ആ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ വിവരങ്ങൾ നൽകാൻ സിബിയാണുള്ളത്. സിബി, മുൻപ് തന്നെ പ്രതിപക്ഷം ഒരുപാട് ഭേദഗതികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇതൊന്നുമില്ലാതെ ഭരണപക്ഷം എങ്ങനെ തീരുമാനിച്ചോ ആ മാതൃകയിൽ തന്നെയാണ് ഇന്ന് പാർലമെന്റിലേക്ക് ബില്ല് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചർച്ച ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഗുഡ് ഈവനിങ് അസിത, വർഷ. എന്തായാലും വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറിലധികമായി പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി കിരൺ റിജിജു ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ഇതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബില്ലാണ്. അവരുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ സ്വത്തുക്കൾ ലഭിക്കാനുള്ള, അല്ലെങ്കിൽ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ബില്ലാണ് എന്ന രീതിയിലുള്ളൊരു അവകാശവാദമാണ് ഇപ്പോൾ ഭരണപക്ഷം ഉൾപ്പെടെ എല്ലാം തന്നെയും സംസാരിക്കുമ്പോൾ അമിത്ഷായും കിരൺ റിജിജു എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി എതിർക്കുകയും ഈ ബില്ല് കൊണ്ടുവന്ന് തന്നെ നിയമവിരുദ്ധമാണ് എന്ന രീതിയിലെല്ലാം തന്നെയും പ്രതിപക്ഷവും യുദ്ധത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബില്ലിന്മേൽ ചർച്ച ആരംഭിച്ചത്. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത് സമൂഹത്തിലൊരു ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലെന്നും ഈ ബില്ലിനെ ശക്തമായി CPIM എതിർക്കുന്നതായും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല മുസ്ലിം വിഭാഗം രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ ബില്ല്. ഒരു ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമാണ് ഈ ബില്ലിലൂടെ നടത്തുന്നത്. വഖഫ് സ്വത്തുക്കളുടെ ഈ നിയന്ത്രണം മുഴുവൻ ഒരു കേന്ദ്രീകൃതമാക്കി മാറ്റുകയും അങ്ങനെ അതിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നടപടിയുമായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്നും കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ 1987 തന്നെയും കേരളത്തിലുണ്ടായ ഒരു സംഭവം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രത്യേകിച്ച് അന്ന് ദേവസ്വം ബോർഡിലുള്ള ഒരു അംഗത്തിൻ്റെ പേര് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് എന്ന പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ അന്ന് വലിയ കലാപം ഉണ്ടായാലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ആ സമയത്താണ് സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ പേര് ഇതിലേക്ക് വലിച്ചൊഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ക്ഷുഭിതനാവുകയും കേരള നിയമസഭ പാസ്സാക്കിയ ഈ ഒരു പ്രമേയം അത് ഈ നാളെ രാജ്യസഭയിൽ ഈ ബിൽ പാസ്സാകുന്നതോടെ അത് അറബിക്കടലിൽ തള്ളുമെന്നെല്ലാം തന്നെയും അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ബില്ലിന്മേൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഈ ഹിറ്റ്ലറുടെ കാലത്തുള്ള ഫാസിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ എം പി സംസാരിച്ചത്. പിന്നാലെ വന്ന KC വേണുഗോപാലും ഈ ബില്ല് തീർച്ചയായും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹവും ചൂണ്ടിക്കാട്ടി. ET മുഹമ്മദ് ബഷീർ അമിത്ഷായെ പരിഹസിക്കുന്ന രീതി കണ്ടു. അദ്ദേഹം പറഞ്ഞത് അമിത്ഷായുടെ ഒരു ന്യൂനപക്ഷ പ്രേമം എന്ന് പറയുന്നത് അത് 2025 ഏറ്റവും വലിയ തമാശയാണെന്നൊരു പരിഹാസം കൂടി ET മുഹമ്മദ് ബഷീർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഈ ബില്ല് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണെന്നാണ് അമിത്ഷാ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി തന്നെ ഈ സ്വത്തുക്കൾ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടും. UPയുടെ ഭരണകാലത്താണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ വഖഫിൻ്റെ കീഴിൽ വരുമായിരുന്നു. പാർലമെന്റ് വളപ്പ് പോലും ഇത്തരത്തിൽ വഖഫിൻ്റെ സ്വത്തായി മാറുമായിരുന്നു എന്നെല്ലാം തന്നെയും അമിത്ഷാ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും സംസാരിച്ചത്. എന്തായാലും ഇപ്പോഴും ഭരണപ്രതിപക്ഷ വാക്പോര് പല സമയത്തും ഈ ചർച്ചയ്ക്കിടെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും ആ ബില്ലിന്മേൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഏകദേശം ഒരു 8 മണിക്ക് ശേഷം ഈ ചർച്ചകൾക്ക് ശേഷം എല്ലാ തന്നെയും ഇത് വോട്ടിങ്ങിനിടും. അതിനുശേഷമായിരിക്കും ഈ ഒരു ബിൽ പാസ്സാക്കുക. 293 അംഗങ്ങൾ ലോക്സഭയിൽ ഭരണപക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയും. നാളെ രാജ്യസഭയിൽ ഈ ബില്ല് വരികയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ബില്ലിന്മേൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അസിത. ശരി സിബി. എന്തായാലും സിബി പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെയൊക്കെ യാതൊരു തരത്തിലും മുഖവിലയ്ക്ക് എടുക്കാതെയുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഭൂരിപക്ഷമുണ്ട്, അതിനാൽ ബിൽ പാസ്സാകും. പക്ഷേ നിയമ നടപടിയിലേക്ക് പോകും ബിൽ പാസ്സായാലും ഇതിനോടകം തന്നെ പ്രതിപക്ഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഇടപെടൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിലെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. സിബി പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കാണാം. ഇന്നിപ്പോൾ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രം പറയുന്നത്
കോൺഗ്രസിന്റെ കാലയളവായിരുന്നെങ്കിൽ പാർലമെന്റ് പോലും വഖഫിന് കീഴിൽ വന്നേനെയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് അവർ അതിലൂടെ ലക്ഷ്യമിടുന്നത്? വലിയ തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തെറ്റിദ്ധാരണ പരത്താനുമുള്ള ശ്രമമാണ്. മുനമ്പത്തെ അതിന് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ചർച്ച പുരോഗമിക്കുകയാണ്. സിബി ജോസഫ്. എല്ലാ ഈ മതസ്ഥാപനങ്ങളുടെ എല്ലാം സ്വയം ഭരണത്തിന് മേലുള്ളൊരു കടന്നുകയറ്റം കൂടിയാണല്ലേ ഇത്? തീർച്ചയായും. അപ്പോൾ ആ നിലയിലുള്ള ചർച്ചകൾ പാർലമെന്റിൽ പുരോഗമിക്കുന്നു.